കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന CBSE സംസ്ഥാന കലോത്സവം 2025 ആതിഥേയത്വം വഹിക്കാൻ മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളും നാടും ഒരുങ്ങുന്നു. കല, സംസ്കാരം, സാഹിത്യം, ശാസ്ത്രം, നവീകരണം എന്നിവ സമന്വയിപ്പിക്കുന്ന കേരളത്തിലെ 1600ഓളം CBSE സ്കൂളുകളുടെ മഹത്തായ ആഘോഷമായിരിക്കും ഈ ഒത്തുചേരലെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ 31 സഹോദയകൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ 10,000-ലധികം മത്സരാർത്ഥികൾ 35 വേദികളിലായി 140 ഇനങ്ങളിലായി മാറ്റുരയ്ക്കും. നവംബർ 12 ഉദ്ഘാടന ചടങ്ങുകളോടുകൂടി കലോത്സവത്തിന് തുടക്കം കുറിക്കും. രാവിലെ 10 പ്രധാന വേദിയായ കൺവെൻഷൻ സെന്ററിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കും. ജോസ് കെ മാണി MPയും സന്തോഷ് ജോർജ് കുളങ്ങരയും മുഖ്യാതിഥികളായി പങ്കെടുക്കും. തുടർന്ന് 13, 14, 15 തീയതികളിൽ കലാസാഹിത്യ മത്സരങ്ങൾ അരങ്ങേറും. ഈ വർഷത്തെ കലോത്സവം CBSE ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഗമം എന്ന ചരിത്രപരമായ ഒരു ആകർഷകത്വമുണ്ട്. കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികളുടെ സർഗാത്മകവും ബൗദ്ധികവുമായ മികവ് പ്രദർശിപ്പിക്കുന്ന ഈ വേദിയിൽ കലാപരമായ പ്രകടനങ്ങൾ, എക്സിബിഷനുകൾ, STEM അധിഷ്ഠിത പ്രൊജക്ടുകൾ എന്നിവയുടെ ഉജ്ജ്വലമായ മിശ്രിതമുണ്ടാകും. ആയിരക്കണക്കിന് യുവ പഠിതാക്കൾക്ക് അവരുടെ ഭാവനയും കഴിവും പ്രകടിപ്പിക്കാൻ ഒരു പൊതുവേദി നൽകുന്നു എന്നതാണ് പ്രത്യേകത. 1700 സ്കൂളുകളുടെ കൂട്ടായ്മയായ കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സസ് വർഷങ്ങളായി ചെയ്തു വരുന്ന സംസ്ഥാന യുവജനോത്സവം, CBSE സംസ്ഥാന യുവജനോത്സവം ഈ വർഷം ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂള് ഏറ്റെടുത്ത് നടത്തുകയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. കാരണം നാളെ നമ്മുടെ ഈ പറയുന്ന 10,000-ലധികം കുട്ടികൾ, അവരുടെ മാതാപിതാക്കള് ഒക്കെ ഏതാണ്ട് 30,000-ഓളം ആളുകളാണ് ഈ മലമുകളിലേക്ക് ലേബർ ഇന്ത്യയുടെ ഈ ക്യാമ്പസിലേക്ക്, ലേബർ ഇന്ത്യ സ്കൂളിലേക്ക് എത്താൻ പോകുന്നത്. അടുത്ത 4 ദിവസങ്ങളിലായിട്ട് 12, 13, 14, 15 ദിവസങ്ങളിലായിട്ട് 10,000 കുട്ടികൾ 35 സ്റ്റേജുകളിൽ അവരുടെ കഴിവ് മാറ്റെടുക്കും. കോൺഫെഡറേഷൻ ഓഫ് സഹോദയ പ്രസിഡന്റ് ജോജി പോൾ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപ ചന്ദ്രൻ, കോർ കമ്മിറ്റി കൺവീനർ ബെന്നി ജോർജ്, ലേബർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര, സ്കൂൾ ഡയറക്ടർ ടിനു രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 40-ലധികം കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സുജ കെ ജോർജ്, ലേബർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര, വിദ്യാർത്ഥി പ്രതിനിധി ഹാരോൾഡ് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലേബർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭാഗ്യമാണ്. ഈ 1700ഓളം CBSE സ്കൂളുകളിൽ നിന്നും ഈ ഒരു സ്റ്റേറ്റ് ലെവൽ CBSE കലോത്സവ് ഹോസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയ ഒരവസരം. അപ്പോൾ ലേബർ ഇന്ത്യ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി ഈ ഒരു 10,000-ഓളം പാർട്ടിസിപ്പൻസിനെ സ്വീകരിക്കാൻ, 10,000-ഓളം പാർട്ടിസിപ്പൻസും അതവരോടൊപ്പം വരുന്ന അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന വലിയൊരു സംഘമായിരിക്കും നമ്മുടെ ക്യാമ്പസിലെത്തുക. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 35 വേദികളിലായി മെയിൻ 3 ക്യാമ്പസുകൾ നമ്മുടെ ലേബർ ഇന്ത്യ സ്കൂളിലും അതോടൊപ്പം പുറത്തുള്ള വേദികളിലുമായി നടക്കുന്ന ഈ കലാമത്സരങ്ങളിൽ രാവിലെ 8:30-ക്കാണ് ഓരോ വേദികളിലും പ്രോഗ്രാം തുടങ്ങുക. 4 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പ്രോഗ്രാംസ് കൃത്യമായ ഷെഡ്യൂളിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് മാനേജേഴ്സും ഒരുങ്ങിക്കഴിഞ്ഞു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.